ജയിൽ ചാടി റിമാൻഡിലായ സൗമ്യ വധക്കേസ് കൊലയാളി ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റും. ഇന്ന് രാവിലെ 10 മണിയോടെ കണ്ണൂരിൽ നിന്നും വിയ്യൂരിലെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. 14 ദിവസത്തേക്കാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ റിമാൻഡ് ചെയ്തത്. ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റി. എന്നാൽ ഇന്ന് രാവിലെ 10 മണിയോടെ ഇയാളെ വിയ്യൂരിലേക്ക് മാറ്റിയേക്കും. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജയിൽ വകുപ്പും സൂപ്രണ്ടുമാണ്. ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് പുറമെ ജയിൽ വകുപ്പും ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാവിലെയാണ് സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടിയത്. മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ പിടികൂടാനും സാധിച്ചു. എന്നാൽ മാസങ്ങൾക്ക് മുൻപേ നടത്തിയ ആസൂത്രിത പദ്ധതിയാണ് ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമി തയ്യാറാക്കിയത്. സെല്ലിന്റെ കമ്പി നിത്യേന അല്പാൽപ്പം മുറിച്ചുമാറ്റിയും കൃത്യമായി ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ചുമായിരുന്നു ജയിൽ ചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ. ഇത്രയും മുന്നൊരുക്കങ്ങൾ ഗോവിന്ദച്ചാമി നടത്തിയിട്ടും ജയിൽ വാർഡന്മാരോ അധികൃതരോ തിരിച്ചറിയാഞ്ഞത് സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തുന്നത്. റിപ്പോർട്ടർ, കണ്ണൂർ.